യുവരാജ്, മുസ്ലിം സമുദായത്തെ സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ ഒന്നടങ്കം ആക്ഷേപിക്കരുത്. ആരും ആക്ഷേപിക്കുന്നില്ല. പക്ഷേ നിയമപരമായി ഇടപെടേണ്ടതിന് പകരം മതനേതാക്കൾ മുൻകൈയെടുക്കണം ഇതിനൊരു പരിഹാരം കാണാനെന്ന് ഗോവിന്ദനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആഹ്വാനം ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ശ്രീ അൽനമ്പ്യാർ ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തരം പ്രസ്താവനയാണ് CPM-ൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിപ്പോൾ തുടങ്ങി വെച്ചത് ഗോവിന്ദൻ മാസ്റ്റർ അല്ല, തുടങ്ങി വെച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ KT ജലീലാണ്. അദ്ദേഹമാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തായിട്ട് നിൽക്കുന്ന ഒരു MLA തന്നെയാണ്. മലപ്പുറത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ വരെ വിറപ്പിക്കാൻ ശേഷിയുള്ള ഒരു നേതാവാണ്. ഒരു ഇടതുപക്ഷത്ത് ഭാഗത്തുള്ള ഒരു മുസ്ലിം മുഖമായിട്ട് നിൽക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. മതവിധി ഉണ്ടാകണം, ഇത് തെറ്റാണ് എന്ന് പാണക്കാട് തങ്ങൾ പറയണം. പിന്നെ അവരുടേതായ ബാക്കിൽ എന്തോ ഖലീസ എന്നോ അങ്ങനെ എന്തോ ഒരു വാക്കുകൂടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ കൂടി ഖലീസയാണെന്നോ അങ്ങനെ എന്തോ ഒരു വാക്കുകൂടി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. എനിക്കത് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആസൂത്രിതമായിട്ട് സംഘടിതമായിട്ട് അവർ തുടങ്ങി വെച്ചതാണോ അതോ സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ നമുക്കറിയില്ല. അത് നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ അപകടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ നമ്മൾ മതവിധി അനുസരിച്ചിട്ടല്ലല്ലോ നമ്മുടെ നാട്ടിൽ ഭരണ സംവിധാനം മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിൽ കോടതിയുണ്ട്, നമ്മുടെ നാട്ടിൽ പോലീസുണ്ട്, നമ്മുടെ നാട്ടിൽ മറ്റ് നിയമവ്യവസ്ഥിതികളും സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലും ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തെറ്റാണ് എന്ന് ഒരു വ്യക്തിക്ക് ബോധ്യം വരേണ്ടത് ഈ നാട്ടിൽ നിലനിൽക്കുന്ന നിയമത്തിനനുസരിച്ച് ഇത് തെറ്റാണ് എന്നുള്ളതുകൊണ്ടാണ്. പകരം MV ഗോവിന്ദൻ മാസ്റ്ററും KT ജലീലും ഒക്കെ പറയുന്നത് ഈ നിയമം കൊണ്ടൊന്നും കാര്യമില്ല, ഈ പറയുന്ന പോലീസ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളോ ഒക്കെ തന്നെ ഫെയിലറാണ്, ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ബോധ്യം വരാൻ വേണ്ടിയിട്ട് ജമാഅത്തുകളിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് തങ്ങളെ പോലുള്ള ആധ്യാത്മിക നേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയണം എന്നാണ് പറയുന്നത്. ഇത് വളരെ കൃത്യമായിട്ടും ഒരു മതവിഭാഗത്തിനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ലഹരി പോലുള്ള വിഷയങ്ങൾ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അതിനെതിരായിട്ട് ആത്മീയ നേതാക്കൾ ഉൾപ്പെടെ സംസാരിക്കണം എന്ന് പറയുന്നതിനകത്ത് കുറേയധികം ശരിയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയിരുന്നാലും ശരി തന്നെയാണ്. ഇപ്പോൾ പള്ളിയിലൊരു അച്ഛൻ ക്രിസ്ത്യാനികളായ കുട്ടികളോട് പറയണം നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, അത് അവരെ ഗൈഡ് ചെയ്യുന്നൊരു വഴിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ സംസാരിക്കണമെന്ന് പറയാം. ഇത് പൊതുവായിട്ട് എല്ലാ മത നേതാക്കളോടും അല്ല ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പർട്ടിക്കുലർലി ഒരു മതവിഭാഗത്തിൻ്റെ നേതാക്കളോടും, അതും പർട്ടിക്കുലർലി ഒരു ജില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമായിട്ട് വരുന്ന ഏക ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. അപ്പോൾ അങ്ങനെ ഒരു ജില്ലയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിലെ ഒരു മതവിഭാഗത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ തന്നെയും ഒരു പർട്ടിക്കുലർലി ഒരു ആധ്യാത്മിക നേതാവിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇത് പറയുമ്പോൾ ഇത് വിരൽ ചൂണ്ടിയിരിക്കുന്നത് ഇടതുപക്ഷം തീർച്ചയായിട്ടും ഇസ്ലാമിക സമൂഹത്തിന് നേരെ തന്നെയാണ് വിരൽ ചൂണ്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല, ആ സമൂഹം എന്ന് പറയുന്നത് മത നിയമം മാത്രം അനുസരിക്കുകയും നാട്ടിലെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ലാതെ പോവുകയും ചെയ്യുന്ന ഒരു ജനതയാണ് എന്ന് ഭംഗ്യന്തരേണ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്.